ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? തൃശ്ശൂർ നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മളിപ്പം ഇറങ്ങിയിട്ടുണ്ട്. റിസയ്ക്ക് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. റിസയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഉച്ചയ്ക്ക് ക്ലാസ്സിൽ കയറിയില്ല. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തോളൂ. ക്ലാസ് കഴിഞ്ഞ് അവിടെ ഇറങ്ങി ഇപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. ആക്ച്വലി റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണെന്ന് അത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ പറയാം. ആക്ച്വലി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മറന്നുപോയി. ഇറങ്ങിയിട്ട് പറയാം. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പം അതാ ഇവിടെ ഈ ഓണത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഫുള്ളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഒന്നും കാണിക്കണ്ട. ഇതാ നമ്മുടെ പ്രമീള ചേച്ചി ഇവിടെ ഞങ്ങൾ വിശന്നിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഫുഡ് വരട്ടെ കേട്ടോ. ഫുഡൊക്കെ വന്നിട്ട് കാണിക്കാവേ. ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ പോയിട്ടുണ്ട് തൃശ്ശൂർ. ഡ്രസ്സ് ആദ്യം ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടില്ല, തൃശ്ശൂർ പോയിട്ടുണ്ട്. ചേച്ചീൻ്റെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് പോകണം. സോ എക്സൈറ്റഡ് ആണ്. ഞങ്ങളെ ചേച്ചി കുറേ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റും അല്ലേ ചേച്ചി? അല്ലേ? ആ കാണാൻ പറ്റും. ഞങ്ങളെ ചേച്ചി ആന കൊട്ടിലൊക്കെ കാണാൻ പോകാൻ. അതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബൈ ഗൈസ്. അപ്പോൾ അതാ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാനും റിസയും. എന്താ റിസ നമ്മൾ പറഞ്ഞത്? ചട്ടിച്ചോറ്. ചേച്ചി അപ്പം വെജ് മീലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചേച്ചി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. നല്ല വിശക്കുന്നുണ്ട്. ചോറ് കാണിച്ചു തരാം. നമ്മുടെ ഫേസൊക്കെ ടയർഡായിരിക്കും. ഓക്കെ, ഇതെന്താ ഇന്ന് റിസയ്ക്ക് അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റിസേൻ്റെ അസസ്മെൻറ്റ് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പാടെ നേരെ ഇങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പം ഗായ്സ് സോറി, ഞാൻ ക്യാമറയിൽ കൈവച്ചു. അപ്പം ഇനി ഫുഡ് വന്നിട്ട് കാണാം. ബൈ ഗായ്സ്. അപ്പോൾ അതാ ചേച്ചിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ഫുഡ് കൊണ്ടുവന്നില്ലെങ്കിൽ അവർ പ്ലേറ്റ് കൊണ്ടുവന്നായിരുന്നതേ കൊണ്ടുപോയി. അപ്പോൾ ഗ്ലാസും വെള്ളമൊക്കെ തന്നിട്ടുണ്ട്. വലിയ കാര്യമായി. നമുക്ക് വിശന്നിട്ട് വയ്യ. സമയം ഇപ്പം കുറേ ആയി. പിന്നെ വിശന്നിരിക്കുക. പെട്ടെന്ന് ആയോ ഫുഡ്? നമുക്ക് ചേച്ചീൻ്റെ മീൽസിനകത്ത് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് നോക്കാം. ചേച്ചി എന്തൊക്കെയാണ് ഉള്ളത്? രസമുണ്ട്, പായസമുണ്ട്, സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്, ചമ്മന്തി, വെറൈറ്റി ചമ്മന്തി, ഒരു മുളക് ചമ്മന്തി, ഉണക്കമുളക് ചമ്മന്തി, അച്ചാറ്, ഒരു പച്ചത്തൈക ചമ്മന്തി, കാബേജ് തോരൻ, അവിയലല്ല അല്ലേ? എന്തോ ഒരു സാധനം. അത് എരിശ്ശേരിയാന്ന് തോന്നുന്നു. മത്തങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന അതാണോ? യെസ്, കായയാണോ? അതാ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ചട്ടിച്ചോറ് വന്നു ഗായ്സ്. ഡെലീഷ്യസ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നിനക്കുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. പപ്പടം, ബീഫ്, ഇതെന്താ വേറെ എന്തോ ബീഫ്, ചിക്കൻ, ചമ്മന്തി, എരിശ്ശേരി, ഫിഷ് ഫ്രൈ, മുട്ട, ക്യാബേജ് തോരൻ. വിശക്കുന്ന റിസ നിനക്കില്ല കേട്ടോ. ഞാൻ തില്ല. ഇതെന്റെതാ. വാവ്, നൈസ്. ഇപ്പം റിസയ്ക്ക് കൊണ്ടുവരട്ടെ. ഞങ്ങൾ കഴിക്കുവാട്ടെ. ഞങ്ങൾ ആക്ച്വലി നല്ല വിശന്നിട്ടിരിക്കുക. സ്വർഗം ഗായ്സ്. അപ്പോൾ ദാ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ആദ്യത്തെ അത്ര ആവേശമൊന്നും സത്യമായിട്ട് ഞങ്ങൾക്കില്ല. ഭയങ്കര ക്വാണ്ടിറ്റി ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? ഭയങ്കര ഹെവി ക്വാണ്ടിറ്റി ഫുള്ളായി. ആക്ച്വലി ഞങ്ങൾ തിന്ന് കുഴഞ്ഞ് കാണിച്ചു തരാം. ഇത് പ്ലേറ്റ് ഏകദേശം ക്ലീനാണ്. ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ചിക്കിപ്പറക്കി അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ പായസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇത്തിരി മധുരം കഴിക്കാം. ഞാൻ ആക്ച്വലി ഷുഗർ കട്ടൊക്കെ ആയിരുന്നു. ഇപ്പം അതെല്ലാം നിർത്തി ഇച്ചിരി മധുരം കഴിക്കാം. കാരണം ഒരുമാതിരി ഇങ്ങനെ കുറേ അല്ലേ എന്തോ എനിക്ക് ഇച്ചിരി മധുരം കഴിക്കാനായിട്ട് എന്തോ പോലൊരു ഫീല്. അപ്പം നമുക്ക് ഇത്തിരി മധുരം കഴിക്കാം.
നല്ല പായസം കേട്ടോ. അധികം എന്താ തിക്കൊന്നുമല്ല, ഒരു ലൂസ് കൺസിസ്റ്റൻസി, പക്ഷേ കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്താ ഞാൻ കടേൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, ഹസ അല്ലേ, ഹസ കിച്ചൺ എന്നാണ് കേട്ടോ കടേൻ്റെ പേര്. ആക്ച്വലി ഇത് എവിടാ സ്ഥലം, എവിടാ? അത് സ്ഥലം എവിടാന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ പറയാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കട വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ സ്നാക്സ് അങ്ങനത്തെ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഇതാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഇതാണ് ഹസ കിച്ചൺ റെസ്റ്റോറൻറ്റ്. ഇതിനകത്തൊക്കെ കാണും, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല വെയിൽ, അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ പോവുകയാണ്. ഓൾറെഡി നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അസസ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. സോ അപ്പോൾ ഇനിയിപ്പോൾ നല്ല ബ്ലോക്കൊക്കെ കിട്ടും, അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാവേ ഗൈസ്. അപ്പോൾ നമ്മൾ വീടെത്താനായിട്ടുണ്ട്. കാറിൽ ഞാൻ ആക്ച്വലി ഉറങ്ങിയില്ല, ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. റിസ ഇങ്ങോട്ട് നോക്കിയേ. റിസ കാറി ഫുഡ് കഴിച്ചിട്ട് കയറി ഉറങ്ങാൻ തുടങ്ങിയ റിസ കുറച്ച് മുമ്പാണ് എണ്ണീറ്റേക്കുന്നത്. പോത്ത് പോലെ കിടന്ന് ഇറങ്ങുമായിരുന്നു ഇവളിവിടെ. ചേച്ചി എത്താനായി ഇല്ലേ? അയ്യോ, ഇനിയും കുറച്ചും കൂടെ ഉണ്ടെന്ന്. സോറി, ഞാനൊരു ഇടവഴിയൊക്കെ കണ്ടപ്പോൾ അങ്ങ് എത്താനായി എന്ന് വിചാരിച്ച് വലിയ നേരത്തെ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങിയതായിരുന്നു. അതെ, ഞങ്ങൾ ഫുഡ് ഇങ്ങനെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കമാണല്ലോ. അതെല്ലാവർക്കും മനുഷ്യന്മാർക്കും അങ്ങനെയല്ലേ. അപ്പം നിങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പം എത്തും. അതെ, ദേശകുമ്മാട്ടി. അപ്പോൾ നമ്മൾ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചേച്ചീൻ്റെ വീടെത്തും എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം എല്ലാ ക്യാമറയൊക്കെ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് കാണിച്ചു തരാം അല്ലേ? എന്ത് പറയുന്ന റിസ ഒരു ചട്ടിച്ചോറ് കഴിച്ചപ്പോ ഓഫായി. ഇതാണ് റിസാന്റെ അവസ്ഥ സത്യത്തില്. അതിന് മുമ്പൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഒരു എനർജി. ഒരു ഫുഡ് അങ്ങോട്ട് കഴിക്കുകയും പിന്നെ അവള് ശവമായി. അത് കണ്ണൊക്കെ തള്ളി വെളിയിൽ വരുമായിരുന്നു, പിന്നെങ്കില്ല പടമായി. ഇടക്കിടക്കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ എന്താ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലാ? ആണോ? ഇതും ചേച്ചിന്റെ ഹോസ്റ്റലാ? ഇത് അപ്പൊ നമ്മൾ ചേച്ചീന്റെ വീടല്ലേ? യെസ്. അപ്പൊ നമ്മൾ ചേച്ചീന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്, എത്തിയിട്ടുണ്ട്. ഇത് ഹോസ്റ്റലാണ് കേട്ടോ ഫ്രണ്ടിൽ കാണുന്നത്. ഇത് കൊറേ വീടുണ്ടല്ലോ ചേച്ചി. അപ്പൊ ഇതാണ് ചേച്ചീന്റെ വീട്. നമ്മളിപ്പോ ചേച്ചീന്റെ വീട്ടിലെത്തി. അപ്പൊ നമുക്ക് ചാടി ഇറങ്ങാം. റീലല്ലേ, ഇത് വ്ളോഗാ. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ അങ്കിൾ അവിടെ നിന്ന് വരുന്നുണ്ട് നടന്ന്. അപ്പൊ ഇവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട് ഫ്രണ്ടില്. എനിക്ക് പഠിക്കണം സത്യത്തിൽ ഇതിനകത്ത് ഏതൊക്കെയാ വീടെന്ന്. കുറേ വീടുകളുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ ചേച്ചീൻ്റെ വീട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഹോസ്റ്റലുകളുണ്ട്, 2 ഹോസ്റ്റലുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തൊക്കെ കയറിയിട്ടൊക്കെ കാണാം. നമ്മുടെ ബാഗൊക്കെ എടുക്കണം, എന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചേച്ചീൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ആക്ച്വലി നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയത്തില്ല, നല്ലൊരു ഫീല്. കുറേ ഇത് ഈ പെയിൻറ്റിങ്സ് ഒക്കെ എവിടെ ചേച്ചി? പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ നല്ല. ആ ചേച്ചി പെയിൻറ് ചെയ്യുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കാണിച്ചിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. ഇവിടെ ഒരു ഗണപതിൻ്റെ ഇതൊക്കെ ഉണ്ട്.
വാവ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഹോളിലോട്ട് പോവാം. ഓക്കെ, ഗോൾഡ് ഫിഷ്. അപ്പോൾ ഇതാണ് ചേച്ചീൻ്റെ മോനും മോളും. ബായ്, ഞങ്ങൾ വരാവേ. ഇത് ചേച്ചീൻ്റെ സ്വന്തം സ്ഥലം, പൂജ സ്പേസ്. ആ പണ്ടത്തെ ചേച്ചീനെ കണ്ടോ? നല്ലതായിട്ടുണ്ടല്ലേ? വാവ്, സൂപ്പർ. എനിക്കിഷ്ടായി, എനിക്ക് നല്ല ഇഷ്ടായി. ഇതാറ് കളക്ഷൻസാ, എല്ലാം ഉണ്ട് ഗായ്സ്. ഇത് കിച്ചൺ. അടുത്ത ലൈറ്റ് ഇടാ, ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ലൈറ്റുള്ള ഇത് കിച്ചൺ. കുറേ മണി പ്ലാന്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. വാവ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ആക്ച്വലി ഇവിടെ. അത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ ഇനി റെഡിയായി, നമ്മളെവിടെയോ ഒരു ഫങ്ഷനൊക്കെ പോകുന്നുണ്ട്. അന്നേരം ഞാൻ കാണിക്കാവേ. ബൈ. ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഇവിടെ ഒരു ടേബിളിൽ കുറേ കോയിൻസുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ വീട്ടിലും ഇതിൻ്റെ ഒരു മിനി വേർഷൻ ഉണ്ട്. ഒരു കുഞ്ഞ് ടേബിളിൽ കുറച്ച് കുഞ്ഞി ഒന്നും വേണ്ട ഗൈസ്, കുറച്ച് കുഞ്ഞി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുകൂട്ടുള്ള കുറച്ച് കറൻസീസ് ലൈക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ട്. ഏതൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ നോക്കിക്കോളും. അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കാണിക്കാൻ തോന്നി. എനിക്ക് സത്യത്തിൽ നല്ല ഇഷ്ടമായത് ഈ ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു വൈബായിട്ടുണ്ട്. സൂപ്പർ. ചേച്ചീൻ്റെ പെയിൻറ്റിങ്. അപ്പം നമുക്ക് ഞങ്ങൾ ഇനി ഒരുങ്ങി എവിടെയോ പോകുന്നുണ്ട്. ഇവർക്ക് എവിടെയോ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഞങ്ങളും പോകുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം. ഈ വീട്ടിൽ ഞാൻ നിങ്ങളെ കാണിക്കാത്ത ഒരു സ്ഥലവും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. അതാണ് നമ്മുടെ ഒരു പീസ്ഫുൾ ഏരിയ ആണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. അതിതാ ഒരു തൊട്ടിലും ഒക്കെ ഉണ്ട്. എന്താ ഒരു വൈബ്. ചെടികളൊക്കെ ഉണ്ട്. പുസ്തകമുള്ളൊരു നൂഞ്ഞാലാടുന്നുണ്ട്. ഇതറിയാ ചേച്ചി? പിന്നെ അവിടെ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞിട്ട് ഇതും ഹോസ്റ്റൽ പഴയ വീടുണ്ടായിരുന്ന സ്ഥലമാണ്. അത് വിളിച്ചിട്ട് സ്റ്റുഡൻസ് ഇവിടെയൊക്കെ ഉണ്ടോ? പിള്ളേരുണ്ടോ? അപ്പോൾ അതേ ഉള്ളൂ. ഇനി ഞാൻ ഒരുങ്ങിയിട്ടേ വരത്തുള്ളൂ കേട്ടോ. ഞാൻ പോകാൻ നേരം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഓണപ്പരിപാടിക്ക് പോവാണ്. അതാ ചേച്ചി പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി ആക്ച്വലി. അപ്പം അതിൻ്റെ ഒരു ഇപ്പം ഇടും. അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പം ഞങ്ങൾക്കൊരു പണി കിട്ടി. ആക്ച്വലി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് മേക്കപ്പ് സാധനങ്ങൾ ഫുൾ ഇയറിങ്സ് ഒക്കെ എടുത്ത് സെറ്റായിട്ടാണ് വന്നത്. ദ പ്രോബ്ലം ഈസ് ഇപ്പം കാണിച്ചു തരാവേ. അപ്പം ഇതാണ് ഞങ്ങൾക്ക് പറ്റിയ ചെറിയൊരു പ്രോബ്ലം. നോക്കിക്കേ, എന്താ ഒരു മാച്ച്. രണ്ടാളുടെ ഒന്ന് കാണിച്ചു ഇങ്ങനെ വെച്ച് അതാണ് രസം. യാ ഹായ്.
ഇതേ പ്രമീള ചേച്ചി ഇവിടെ ഒരുങ്ങി സുന്ദരിയായിട്ട് ട്രഡീഷണൽ വെയറിൽ തിളങ്ങി നിൽപ്പുണ്ട്. നമ്മളൊക്കെ പിന്നെ സൈഡിലൊക്കെ നിൽക്കാം ചേച്ചീൻ്റെ കൂടെ ഇന്ന. അപ്പം അതെ സൈഡിൽ നിൽക്കാം ഗൈസ്. അപ്പം ഇനി നമ്മൾ കാറ് വരാൻ വെയിറ്റിംഗ് ആണ്. സത്യം പോവാം. എന്നെ കാണാൻ പോകുന്നു. എന്നെ ഒന്ന് കാണിച്ച് ഇച്ചിരി ഫുള്ള് വേണ്ട കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്സിജൻ ഇൻഹേൽ ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് ഹെൽത്ത്. എല്ലാവർക്കും ഈ കൂട്ടായ്മ നിലനിർത്തണമെന്നും ഈ സ്നേഹ കൂട്ടായ്മ എന്നും നിലനിർത്തണമെന്നും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വലിയ ബോള് അത് മറ്റേത് ഇതാണ് വലിയ ബോള്. ഇത് റോപ്പാണ്, കാണാനില്ല. ഓക്കെ, ഈ റോപ്പിന്റെ ഏകദേശം നടുവില് ഞാൻ ഒരു കെട്ടിടും. കാണുന്നുണ്ട് എല്ലാവർക്കും? ഈ കെട്ട് സാധാരണ കെട്ടിങ്ങനെ ഇങ്ങനെ നീക്കാൻ പറ്റില്ല. നീങ്ങുന്നുണ്ടോ കെട്ട്? ഓക്കെ, ഒരു റോബർ രണ്ടോ ഇല്ലേ? ഇത് രണ്ടോ ഉണ്ട്. നടുഭാഗം ഉണ്ടാവും, മിഡിൽ പോർഷൻ. ഈ മിഡിൽ പോർഷൻ ഇവിടെ വയ്ക്കുന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര ലക്ഷം? 4. ഇതാണ് എനിക്ക് എല്ലായിടത്തും കിട്ടുന്ന കിട്ടുതരാം. ഇതൊന്നും കൂടി കേൾക്കാൻ വേണ്ടിയില്ല. കാരണം ഒരു പ്രോഫിറ്റ് നടുഭാഗം കട്ട് ചെയ്യുമ്പോൾ 4 കഷ്ണങ്ങളാണ് എല്ലാവരും പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായി അതിന്റെ കാരണം ഇവിടെ 2 അറ്റം, ഇത് മുറിക്കുമ്പോൾ വീണ്ടും 2 അറ്റം, 4. 4 എന്ന് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ഞാനിത് കട്ട് ചെയ്യുമ്പോ 4 ആവുന്നുണ്ടോ 2 ആവുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. എത്രയായി? 2 അല്ലേ? ഓക്കെ, ഇനി ഈ റോപ്പിന്റെ ഒരു അറ്റം ഇവിടെ വെക്കുന്നു, മറ്റേ അറ്റം ഇങ്ങനെ പതുക്കൊട്ടിണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുമായിരിക്കും. 1. ഓക്കെ, ഈ റോപ്പ് ഓക്കെ പൊട്ടി ഇപ്പൊ വന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പ്രശ്നത്തിലേക്ക് വരാം. നമ്മുടെ മറ്റേ പീസാണ് അല്ലേ? ഞാനിത് ഇതിന്റെ അറ്റം കാണാണ്ടല്ലോ. ഈ അറ്റം പതുക്കെ കാണുമ്പോ അത് സെറ്റായി. അപ്പൊ ഈ ചെറിയൊരു പീസാണ് ഇതിന് ചെയ്തിട്ട്. ഇത് കണ്ടിട്ട് ഈ കഷ്ണം ഇവിടെ കിടക്കുന്ന കാണുന്നുണ്ടോ? ഇത് ഞാൻ ചുറ്റുന്നു, ഇതിന്റെ ചുറ്റുമനെ ചുറ്റുന്നു. ഇപ്പൊ എന്നിട്ടായി ഒരു പീസ്. അത് പുള്ളി പറയാൻ കാരണം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു പീസ് താഴെ വീഴുന്നത് നമ്മൾ കണ്ടു. ഇല്ലെങ്കിൽ പുള്ളിയെ നമുക്ക് പറഞ്ഞു തരത്തില്ലായിരുന്നു. നോക്കിയിരിക്കണം. ഇടാം, അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും.
മതി ഗൈസ്. ഇനി കുറേ മാജിക് കാണാം, ഞങ്ങൾ കാണാം. ഇനി എനിക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ വയ്യ. ഞങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. അല്ലേ റിസ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ആക്ച്വലി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കുന്നില്ല ഓർത്തത്. ഇപ്പം കഴിച്ച് പ്ലേറ്റൊക്കെ കാണിക്കുന്നത്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ പള്ളിയാണ്. അപ്പൊ ഗായ്സ് നമ്മളാ കണ്ടോണ്ടിരിക്കുന്നത് ചർച്ച്. എല്ലായിടും ഒരു ലൈറ്റും തിളക്കവും ഒക്കെ ഉണ്ട്. ഗായ്സ് നമ്മളിപ്പം 7th ഫ്ലോറിലാണ് നിൽക്കുന്നത്. 7ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് താഴോട്ട് ചാടിയ ചാവും എന്നല്ല, തീർന്ന് കഥ പോവുകയാ. നീ കണ്ടിട്ടേ തല കറങ്ങും. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗായ്സ്. കഴിഞ്ഞ ലക്ഷം നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ പോവാം ഗായ്സ്. അപ്പോൾ ഇതാ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സോ ടയേർഡ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവുക. നാളെ നമ്മൾ എവിടേക്കൊക്കെയോ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സോറി, ലൈറ്റോടെ ഓഫാക്കിയതാണ്. ഫുൾ ഓഫായോ? അപ്പം നാളെ നമ്മളിനി അതാ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എണ്ണീറ്റാലേ എല്ലാം നടക്കത്തുള്ളൂ. അപ്പം ഇനി നമുക്ക് നാളെ കാണാം. അപ്പം അതുവരേക്കും ബൈ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.